എൻ്റെ പേര് ഡോക്ടർ ടോപ്പി ചാണ്ടി, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിസിൻ, ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കൊച്ചി. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒബീസിറ്റിയെക്കുറിച്ചും, അതായത് ഓവർ വെയ്റ്റ് ആൻഡ് ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയെക്കുറിച്ചും അതിൻ്റെ ഒരു അവയർനെസ്സിനെ കുറിച്ചാണ് ജനറലി ഇന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം വാട്ട് ഈസ് ഒബീസിറ്റി? ഒബീസിറ്റി എന്ന് പറയുന്നത് എക്സസീവ് ഫാറ്റ് അക്യൂമുലേഷൻ, അല്ലെങ്കിൽ കൊഴുപ്പ് ഒത്തിരി ബോഡിയിൽ കെട്ടുകയും അതിൻ്റെ ഒരു ഹെൽത്ത് റിസ്ക് ഒക്കെ ഉണ്ടാകുന്നതിനാണ് ഈ ഒബീസിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ നമ്മൾ യൂഷ്വലി അത് മെഷർ ചെയ്യുന്നത് BMI അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ മെട്രിക് വെച്ചിട്ടാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയ്റ്റ് ബൈ ഹൈറ്റ് സ്ക്വയർ എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ്. വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത് നമ്മൾ ഗൂഗിളിലൊക്കെ ഒത്തിരി BMI കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ വെയ്റ്റും ഹൈറ്റും ഒക്കെ ഫീഡ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് BMI കിട്ടാവുന്നതേ ഉള്ളൂ. BMI WHO ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നോർമൽ BMI എന്ന് പറയുന്നത് 18 to 24.9 ആണ്. അത് 25-ന് മേളിൽ 25 to 29.9 ആണെങ്കിൽ അത് ഓവർ വെയ്റ്റ്, അല്ലെങ്കിൽ മലയാളത്തിൽ അമിതവണ്ണം എന്ന് പറയും. അല്ലെങ്കിൽ 30-ക്ക് മേളിലാണെങ്കിൽ ക്ലാസ് 1 ഒബീസിറ്റി എന്ന് പറയും. 30 to 34 ആണെങ്കിൽ അത് ക്ലാസ് 2 ഒബീസിറ്റിയും, 40-ക്ക് മേളിലാണെങ്കിൽ അത് ക്ലാസ് 3 ഒബീസിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഈ BMI ബേസ് ചെയ്താണ് നമ്മുടെ ഡയറ്റ് ആൻഡ് എക്സസൈസ് മതിയോ, അല്ലെങ്കിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് ഡ്രഗ്സ് മതിയായിരിക്കുമോ, അല്ലെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ബേറിയാട്രിക് സർജറി പോലെ വല്ലതും വേണ്ടി വരുമോ എന്നുള്ളത് അപ്പോഴേ നമുക്ക് അതിനനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒബീസിറ്റി ഇതിൻ്റെ പ്രിവലൻസ് ഇപ്പം ജനറൽ പോപ്പുലേഷനിൽ വളരെ പ്രിവലൻ്റ് ആണ്. ചില സ്റ്റഡീസ് അനുസരിച്ച് 45% ജനറൽ പോപ്പുലേഷനിൽ അമിതവണ്ണം ഉള്ളതായിട്ടാണ് ചില സ്റ്റഡീസിൽ പറയുന്നത്. അതുപോലെ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ 100 സ്കൂൾ കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 30 സ്കൂൾ കുട്ടികൾക്ക് അമിതവണ്ണം കാണുന്ന ഒരു പ്രവണതയുണ്ട്. പിന്നെ ഈ പ്രോബ്ലംസ് ജനറലി ഒബീസിറ്റി കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ് മെയിനായിട്ട് നമ്മൾ കാണുന്നത് ഡയബറ്റിസ് ആണ്. ഇപ്പം BMI 35-ന് മുകളിലുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിനൊക്കെ ഹൈ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ഡയബറ്റിസ് ഉണ്ട്. അതുപോലെ കൊളസ്ട്രോൾ ഇഷ്യൂസ്, അതുപോലെ ജോയിൻ്റ്, ഇപ്പം അമിതവണ്ണമുള്ളവർക്ക് മുട്ടിൻ്റെ തേയ്മാനമൊക്കെ ഉണ്ടാകാം. അതുപോലെ ക്യാൻസേഴ്സ് വളരെ കോമൺ ആണ് ഈ അമിതവണ്ണമുള്ളവർക്ക്. ഒത്തിരി പേർക്ക് നമുക്കറിയാം, ഇപ്പോൾ ലിവറിൽ അമിതവണ്ണമുള്ളവർക്ക് നോൺ ആൽക്കോളിക് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ നോൺ ആൽക്കോളിക് ഫാറ്റി ലിവർ ഡിസീസ് കാരണം അത് സിറോസിസിലോട്ട് പ്രോഗ്രസ് ചെയ്യുകയും ലിവറിൻ്റെ ക്യാൻസർ നുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ ഈ ഈസോഫേഗസ് അല്ലെങ്കിൽ അണ്ണനാളത്തിൻ്റെ ഈ റിഫ്ലക്സ് ഡിസീസ് കാരണം ബാരക്സ് ഈസോഫേഗസ് ഒക്കെ ഉണ്ടാകും. അത് കാരണം ചിലപ്പം ക്യാൻസേഴ്സൊക്കെ അതിൻ്റെ പ്രിവലൻസ് കൂടാം ഈ പേഷ്യൻസിൽ. അതുപോലെ ഈ അമിതവണ്ണമുള്ള ആണുങ്ങളിൽ കോളൻ ക്യാൻസർ അല്ലെങ്കിൽ റെക്ടൽ ക്യാൻസർ ഇതിനൊക്കെ ചാൻസസ് കൂടുതലാണ്. അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ എൻഡോമെട്രിയൽ ക്യാൻസർ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെ പിന്നെ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ സിൻഡ്രോം അല്ലെങ്കിൽ കൂർക്കം വലി. പേഷ്യൻസിന് കൊഴുപ്പ് ഈ നെക്ക് റീജിയനിലൊക്കെ അക്യുമുലേറ്റ് ആകുമ്പം വരുന്ന പ്രോബ്ലം അത് രാത്രിയിൽ ഇവർക്ക് കൂർക്കം വലിയുള്ള പേഷ്യൻസിന് രാത്രിയിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ദേ വേക്ക് അപ്പ് ഫ്രം ദ സ്ലീപ്പ് ബിക്കോസ് ഓഫ് എക്സസീവ് സ്നോറിങ്. അപ്പോൾ അങ്ങനെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഹെഡ് ഏക്കും ഡിപ്രഷനും ലാക്ക് ഓഫ് സ്ലീപ്പ് കാരണമുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാം. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒബീസിറ്റി ഇതിൻ്റെ റീസൺസ് എന്തോ ഇതിങ്ങനെ ഉണ്ടാകാൻ കാരണം എന്ന് നമ്മൾ എടുത്ത് നോക്കിയാൽ മോസ്റ്റ്ലി സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. എല്ലാവർക്കും ഇപ്പം ഒരു ഡെസ്ക് ജോബ് പോലെയാണ്. അപ്പം കൂടുതലും ഒത്തിരി പേർക്ക് ഒരു 30% വേൾഡ് പോപ്പുലേഷന് ഒരു ഇൻസഫിഷ്യൻ്റ് ആയിട്ട് എക്സസൈസ് ഒക്കെ ഉള്ളതാണ് ഒരു വലിയ ഇഷ്യൂ. പിന്നെ അതുപോലെ നമുക്ക് അറിയാം ഡയറ്റിലാണെങ്കിൽ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഈ ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് അല്ലെങ്കിൽ ഹൈ കാലറി ഡയറ്റ്, ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഉള്ളതുകൊണ്ട് ഡയറ്റ് ഒരു വലിയ ഫാക്ടറാണ് ഒബീസിറ്റി പാൻഡമിക്കിൽ. അതുപോലെ ജെനറ്റിക്സ്, ഇപ്പം 2 പേരൻസിനും ഒബീസായിട്ടുള്ള 2 പേരൻസ് ഉണ്ടെങ്കിൽ അവരുടെ പിള്ളേർക്ക് 80% സാധ്യതയുണ്ട് ഒബീസ് ആയിട്ട് വരാൻ. അതുപോലെ ഈ ഓൾഡ് ഏജ്, ഇപ്പം കൊച്ചു പ്രായത്തിൽ നമുക്ക് നല്ലപോലെ കഴിക്കാം, നമ്മുടെ ഗ്രോത്തും മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട്
നല്ലപോലെ ആ സമയത്ത് ബേസിൽ മെറ്റബോളിക് റേറ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ ആ കൊച്ചു ഏജിലൊക്കെ കഴിക്കാൻ പറ്റും. ആസ് വി ഗ്രോ ഓൾഡർ, ഇപ്പം 40 വയസ്സുള്ള ഒരാൾക്ക് 17 വയസ്സിൽ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അത് ആസ് വി ഗ്രോ ഓൾഡർ അത് മെയിൻ്റെനൻസിന് മാത്രമേ കഴിക്കാനൊക്കത്തുള്ളൂ. കൊച്ചിലത്തെ പോലെ കഴിച്ചാൽ അത് ഡെഫിനറ്റ്ലി ഒബീസിറ്റിക്ക് ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ട് മാറും. അപ്പോൾ അതുപോലെ മെഡിക്കേഷൻസ്, ആൻറ്റി ഡിപ്രസൻസ് അല്ലെങ്കിൽ സീഷർ മെഡിക്കേഷൻസ്, സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ ചില ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ്, ഇത് കാരണവും നമുക്ക് ഓവർ വെയ്റ്റ് ആയിട്ട് ചില പേഷ്യൻസിനൊക്കെ. പക്ഷേ അത് വളരെ ചുരുക്കമാണ്. ഇതിനകത്ത് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈലാണ് ഒരു വലിയ ഫാക്ടർ ഈ വണ്ണത്തിൻ്റെ പോസിറ്റീവ് ഏജിന്. പിന്നെ ചില ആൾക്കാർക്ക് തൈറോയിഡിൻ്റെ അളവ് കുറവോ തൈറോക്സിൻ്റെ അളവ് കുറവോ അങ്ങനെ, അല്ലെങ്കിൽ കോർട്ടിസോൾ കൂടുതലോ, അങ്ങനത്തെ പേഷ്യൻസിനും വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് മെയിനായിട്ട് നമുക്കുള്ളത് ഡയറ്റ് ആൻഡ് എക്സസൈസ്, അല്ലെങ്കിൽ മെഡിക്കൽ ഫാർമക്കോതെറപ്പി, അല്ലെങ്കിൽ സർജറി, ബേറിയാട്രിക് സർജറിയാണ്. ഈ മൊഡാലിറ്റീസാണ് ട്രീറ്റ്മെൻറ്റ് ജനറലി ഈ ഒരു അസുഖത്തിന്. അപ്പം ഈ BMIയുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഈ നമുക്ക് ഏത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടിയെന്ന് BMI അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ BMI ഇപ്പം മോർ ദാൻ 30 അല്ലെങ്കിൽ മോർ ദാൻ 27 വിത്ത് ഷുഗർ, BP, കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഈ കുറുക്കം വലിയൊക്കെ ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി നമ്മൾ ഡയറ്റ് ആൻഡ് എക്സസൈസ് വെച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം നമ്മൾ ഫാർമക്കോതെറപ്പി ആ പേഷ്യൻസിൽ കൺസിഡർ ചെയ്യും. പേഷ്യൻസ് വിത്ത് BMI 40 മുകളിൽ BMI ഉള്ളവർ അല്ലെങ്കിൽ 35 മുകളിൽ BMI വിത്ത് കോമോർബിഡിറ്റീസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ ഡെഫിനറ്റ്ലി സർജിക്കൽ മാനേജ്മെൻ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ഡയറ്റിൻ്റെ കാര്യം പറയുമ്പോൾ മെയിനായിട്ട് ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് അല്ലെങ്കിൽ ലോ ഫാറ്റ് ഡയറ്റ് അല്ലെങ്കിൽ ലോ കാലറി ഡയറ്റ്, ഇതാണ് ജനറലി പേഷ്യൻസിന് അഡ്വക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് ടേം ആയിട്ട് വെയിറ്റ് ലോസ് ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റിലുള്ള എടുക്കുന്ന പേഷ്യൻസിനാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്, ലോ ഫാറ്റ് ഡയറ്റിനെക്കാട്ടിലും ഷോർട്ട് ടേം. ലോങ് ടേം ആയിട്ട് വലിയ എങ്ങനെ ഡയറ്റ് ചെയ്താലും ഇറ്റ്സ് മോർ ഓർ ലെസ് ദ സെയിം എന്നാണ് കാണിക്കുന്നത്. പിന്നെ ഈ മെഡിറ്ററേനിയൻ ഡയറ്റ്സ് അതൊക്കെ വളരെ ഈ കാർഡിയോവാസ്കുലർ മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഹൃദയം രോഗങ്ങൾ കാരണം വരാവുന്ന പ്രോബ്ലംസ് ഒക്കെ കുറവാണ് ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് ബേസിക്കലി പറയുന്നത് നമുക്കിപ്പം നട്ട്സ് അല്ലെങ്കിൽ കുറച്ച് ഡയറി, കുറച്ച് മീറ്റ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ചീസ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഡയറ്റിനാണ് ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് മോർ ബാലൻസ്ഡ്. പിന്നെ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അതും ഒരു ഓപ്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇറ്റ്സ് ഒരു ഓൾട്ടർനേറ്റീവ്ന്നേ ഉള്ളൂ. സിഗ്നിഫിക്കൻറ്റ് ബെനിഫിറ്റ് ഇല്ല കണ്ടിന്യൂസ് എനർജി റെസ്ട്രിക്ഷനെക്കാട്ടിലും. അങ്ങനെ പിന്നെ ചില പേഷ്യൻസിന് നമുക്ക് ഈ BMI 40 മുകളിലുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ BMI 35 മുകളിലുള്ള പേഷ്യൻസിന് നമ്മൾ ഡെഫിനറ്റ്ലി ബേറിയാട്രിക് സർജറിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. എക്സസൈസും ഇതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. എക്സസൈസ് ഐഡിയലി വാക്കിംഗ്, ജോഗിങ്, സ്വിമ്മിങ്, സ്കിപ്പിംഗ്, ഇങ്ങനത്തെ എക്സസൈസൊക്കെ ഒരു ഡെയിലി സൈക്ലിംഗ് ഒരു 30 മിനിറ്റ്സ് ചെയ്യാൻ പറ്റിയാൽ, അതിൻ്റെ കൂടെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസൊക്കെ ട്വൈസ് എ വീക്ക് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് ഈസ് ഐഡിയൽ ഫോർ വെയിറ്റ് ലോസ്. പിന്നെ ഇതിനകത്ത് കൺട്രോൾ ആയില്ലെങ്കിൽ മാത്രം നമ്മൾ ഫാർമക്കോതെറപ്പിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കത്തുള്ളൂ. അതും ഒരു 4 to 5 ഡ്രഗ്സ് FDA അപ്രൂവ്ഡ് ആണ്. ഈ FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സ് മെയിൻലി ഫെൻറ്ററമീൻ, ലോക്കസെറിൻ, നാൽട്രോക്സോൺ ആൻഡ് ബ്രൂപ്രോപ്രിയോൺ, അതുപോലെ ഓർലിസ്റ്റാറ്റ്, ഈ ഡ്രഗ്സൊക്കെ അപ്രൂവ്ഡ് ആണ് വെച്ച്. ഇപ്പം മെയിനായിട്ട് ഇപ്പം വെസ്റ്റിലൊക്കെ വളരെ ഒത്തിരി ട്രാക്ഷൻ പിടിച്ചിരിക്കുന്ന ഒരു ഡ്രഗാണ് സെമാഗ്ലൂറ്റൈൻ. അപ്പം ഈ ഡ്രഗ്സൊക്കെ നാട്ടിൽ അത്രയും ഈസിലി ആക്സസിബിൾ അല്ല, വെരി എക്സ്പെൻസീവും കൂടെയാണ് ഡ്രഗ്സ്. അപ്പം അത് മാത്രമല്ല, ഇത് നമുക്കൊരു ലോങ് ടേം ആയിട്ട് കൊടുക്കാൻ ഒക്കത്തില്ല. ഈ മരുന്ന് എപ്പം നിർത്തുന്നോ ആ സമയത്ത് വെയിറ്റ് തിരിച്ച് പുട്ട് ഓൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വളരെ ചുരുക്കം പേഷ്യൻസേ ഈ ഫാർമക്കോതെറപ്പി എടുക്കാറുള്ളൂ. പണ്ട് നമ്മൾ ഗ്യാസ്ട്രിക് ബാൻഡിങ് അല്ലെങ്കിൽ ഈ ഇൻട്രാഗ്യാസ്ട്രിക് ബലൂൺ ഇൻസേർഷനൊക്കെ നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ ബാൻഡ് മാറ്റുമ്പോഴോ ബലൂൺ നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് ആ പേഷ്യൻസ് ദേ ടെൻഡ് ടു പുട്ട് ദ വെയിറ്റ് റൈറ്റ് ബാക്ക് ഓൺ. അപ്പം നമ്മളത് ഇപ്പം വന്ന് നമ്മൾ വെർട്ടിക്കൽ സ്ലീവ് ഗ്യാസ്ട്രെക്ടമിയും റൂവൻ ബൈ ഗ്യാസ്ട്രിക് ബൈപ്പാസ് അങ്ങനത്തെ മേജർ സർജറീസ് മാത്രമേ
ഇപ്പം ചെയ്യാറുള്ളൂ. ദേ ആർ ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ഒബിസിറ്റി മാനേജ്മെൻറ്റ്. ഇങ്ങനെ ഈ ഡെഫിനറ്റ്ലി ഇതിനകത്ത് പേഷ്യൻ്റ് സെലക്ഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഇങ്ങനത്തെ കോമോബിഡിറ്റീസ് ഉള്ള പേഷ്യൻസിനൊക്കെ ഒരു വളരെ ഒത്തിരി ബെനിഫിറ്റ് കാണുന്നുണ്ട്. അപ്പം പേഷ്യൻ്റ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പേഷ്യൻസിലും ബെറിയാട്രിക് സർജറി ബെനിഫിഷ്യൽ ആവണമെന്നില്ല. അതുപോലെ മെൻ്റൽ ഇൽനെസ് ഉള്ള ഒരു പേഷ്യൻറ്റിനും നമ്മൾ ഒരു കാരണം വെച്ചാലും ബെറിയാട്രിക് സർജറി ചെയ്യാറില്ല. കാരണം ഡെഫിനറ്റ്ലി ഇറ്റ് വേഴ്സൻസ് സച്ച് പ്രോബ്ലംസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം മെഷേഴ്സിലോട്ടൊക്കെ പോകാതെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഒരു ജനറലി സ്വീറ്റൻഡ് ബെവറേജസ്, പ്രോസസ് ഫുഡ്സ്, സ്വീറ്റൻഡ് ഫുഡ് ഐറ്റംസ് ഇതൊക്കെ ഒന്ന് കുറയ്ക്കുകയും ഡെഫിനറ്റ്ലി അതോറിറ്റീസ് അതിനുള്ള റെഗുലേഷൻസ് കൊണ്ടുവരികയും ഒബീസിറ്റി എന്നുള്ള ഒരു പാൻഡമിക് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റണം ജസ്റ്റ് ത്രൂ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് അവയർനെസ് ആണ് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആസ് ദ സെയിം ഗോസ്, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ. സോ ലെറ്റ് us hope with ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആൻഡ് മോർ അവയർനെസ് ഔട്ട്റീച്ച് നമുക്ക് ഈ പാൻഡമിക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.